നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ച CPM. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ മൂന്നാമൂഴം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് CPM. വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തി മത്സരം ശക്തമാക്കാനാണ് CPM നീക്കം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കണമെന്നാണ് CPMൽ ധാരണയായിരിക്കുന്നത്. എന്നാൽ മത്സരരംഗത്തിറങ്ങി പിണറായി തെരഞ്ഞെടുപ്പ് നയിക്കുമോ അതോ മത്സരിക്കാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. പിണറായി വിജയൻ മത്സരരംഗത്തില്ലെങ്കിൽ CPM മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കുക ആരെയാകുമെന്നതും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മൂന്നാമൂഴം ലക്ഷ്യമിടുന്ന CPM ജനപ്രിയരായ നേതാക്കളെ മത്സരരംഗത്തേക്ക് പരിഗണിക്കുമെന്ന സൂചനകളാണ് വരുന്നത്. 2021 കർശനമായി നടപ്പാക്കിയ 2 ടേം വ്യവസ്ഥ ഇത്തവണ CPM വേണ്ടെന്ന് വെച്ചേക്കും. 2021 CPM വിജയിച്ച 62 സീറ്റുകളിൽ 23 എണ്ണത്തിൽ രണ്ടാം തവണയും മത്സരിച്ചവരായിരുന്നു. 2 ടേം നിബന്ധന കർശനമാക്കിയാൽ ഈ 23 പേർക്കും CPM ഇത്തവണ സീറ്റ് നിഷേധിക്കേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ ഇവരിൽ പകുതിയിലേറെ പേരും വീണ്ടും മത്സരിപ്പിച്ചില്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കുമെന്നാണ് CPM കണക്കുകൂട്ടൽ. അതിനാൽ 2 ടേം വ്യവസ്ഥ ഒഴിവാക്കാൻ ഇത്തവണ CPMൽ തത്വത്തിൽ ധാരണയായിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 2 ടേം വ്യവസ്ഥ കർശനമാക്കിയതിനെ തുടർന്ന് മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തിയ തോമസ് ഐസക്, KK ശൈലജ എന്നിവർ ഉൾപ്പെടെയുള്ള ഏതാനും നേതാക്കളെ 2026 മത്സരിപ്പിക്കാനും CPM ആലോചിക്കുന്നുണ്ട്. ഘടകകക്ഷിയായ NCP, കോൺഗ്രസ് S എന്നിവർ മത്സരിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ, കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ നിയമസഭാ മണ്ഡലങ്ങൾ ഏറ്റെടുക്കാനുള്ള ആലോചനകളും പാർട്ടിക്കകത്തുണ്ട്. എലത്തൂർ മണ്ഡലം നിലവിൽ വന്ന 2011 തെരഞ്ഞെടുപ്പ് മുതൽ ഇവിടെ വിജയിച്ചു വരുന്നത് NCP ശരത് പവാർ വിഭാഗത്തിന്റെ AK ശശീന്ദ്രനാണ്. CPM നേതാക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ശശീന്ദ്രന് ശക്തി കേന്ദ്രത്തിൽ തന്നെ കഴിഞ്ഞ 3 ടേമിലും CPM സീറ്റ് അനുവദിക്കുകയായിരുന്നു. എലത്തൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ CPMൽ അഭിപ്രായം ഉയർന്നിരുന്നു. എന്നാൽ AK ശശീന്ദ്രന് മൂന്നാമത് CPM അവസരം നൽകി. നിലവിൽ വനംവകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്ന AK ശശീന്ദ്രന് എലത്തൂരിൽ വീണ്ടും ഒരു അവസരം നൽകേണ്ടതില്ല എന്ന ആലോചനയിലാണ് CPM. കടന്നപ്പള്ളി രാമചന്ദ്രനും ഇത്തവണ സീറ്റ് നൽകാനുള്ള സാധ്യത കുറവാണ്. എന്ത് വില കൊടുത്തും മൂന്നാം മൂഴം ഉറപ്പിക്കാനുള്ള നീക്കമാകും CPM നടത്തുക.